നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി 1 മാസം കഴിഞ്ഞിട്ടും കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താൻ പോലീസിനും IBക്കും ഇതുവരെ കഴിഞ്ഞില്ല എന്നത് നാണക്കേടായി മാറിയിരിക്കുകയാണ്. അതിനിടെ അന്വേഷണം ത്വരിതപ്പെടുത്തുമെന്ന് ആവശ്യപ്പെട്ട് IB ഉദ്യോഗസ്ഥയുടെ മാതാപിതാക്കൾ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ കണ്ട് പരാതി നൽകി. പ്രതിയും കുടുംബാംഗങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവെന്നാണ് സൂചനയെന്നും പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നും ADGP കുടുംബത്തെ അറിയിച്ചു. IBക്ക് പോലും സുഗാന്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് വിചിത്രം. മറ്റൊരു സുകുമാരക്കുറുപ്പുമായി സുഗാന്ത് മാറുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. LIC പോളിസി തട്ടാൻ കൊല നടത്തി മുങ്ങിയ സുകുമാരക്കുറുപ്പ് ഇന്നും കേരള പോലീസിന് നാണക്കേടായി മാറുന്ന കേസാണ്. ഇതേ തരത്തിലേക്ക് സുഗാന്ത് മാറുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ IB ഉദ്യോഗസ്ഥയെ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് നിഗമനം. ജീവനെടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ കടക്കുമ്പോൾ 4 തവണ യുവതി സുഗാന്തുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സുഗാന്ത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പണം തട്ടിയെന്നും കുടുംബം പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനു മുൻപ് തന്നെ സുഗാന്ത് അച്ഛനും അമ്മയുമായി എടപ്പാളിൽ നിന്നും മുങ്ങി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ പിടികൂടാനും കഴിയുന്നില്ല. സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിൽ വിധി വരുമ്പോൾ സുഗാന്ത് സ്വയം കീഴടങ്ങുമെന്നാണ് പോലീസ് പ്രതീക്ഷ. സുഗാന്തിനെ തേടിയുള്ള അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലെ ചില ബന്ധുക്കളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് പോലീസ്. യുവതിയുമായുള്ള വിവാഹം ആലോചിച്ചിരുന്നുവെന്നും അവരുടെ വീട്ടുകാർ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നുമാണ് സുഗാന്തിന്റെ ഹൈക്കോടതിയിലെ വാദം. താനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് യുവതിക്ക് മേൽ അവരുടെ ബന്ധുക്കൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. വീട്ടുകാർ എതിർത്തിട്ടും തങ്ങൾ ഒരുമിച്ച് നെടുമ്പാശ്ശേരിയിൽ താമസിച്ചിരുന്നുവെന്നും യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദമാണെന്നുമായിരുന്നു സുഗാന്തിന്റെ കോടതിയിലെ വിശദീകരണം. ഇത് പൊളിക്കുന്ന തെളിവുകളും പുറത്തുവന്നു. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുകയാണ് എന്ന സന്ദേശം വാട്സാപ്പിൽ സുഗാന്ത് നൽകിയിരുന്നു. സുഗാന്തിനെ കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സുഗാന്തിനെ IB പിരിച്ചുവിട്ടത്. പ്രൊബേഷൻ സമയമായതിനാൽ സുഗാന്തിനെ ജോലിയിൽ നിന്നും എന്നേക്കുമായി പുറത്തേക്ക് ആക്കുകയും ചെയ്തു. മാർച്ച് 24-ന് തിരുവനന്തപുരം ചാക്കിക്ക് സമീപം റെയിൽവേ പാളത്തിലെ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സുഗാന്തുമായി പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു. സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതിന്റെ മാനസിക വിഷമത്തിൽ യുവതി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് കേസ്. പെൺകുട്ടി ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകളും ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റും ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പും സുഗാന്തിനോട് IB ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. കോടതി ഉത്തരവുമായി എത്തിയ പോലീസ് പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയത്. പരിശോധന 2.5 മണിക്കൂറോളം നീണ്ടു. ഒരു ഹാർഡ് ഡിസ്കും 2 ബാങ്ക് പാസ്ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തു. ഇത് കേസിൽ നിർണായക തെളിവായേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി ഉത്തരവുമായി പേട്ട പോലീസ് എടപ്പാട് പട്ടാമ്പി റോഡിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിലേക്ക് എത്തിയത്. വട്ടംകുളം പഞ്ചായത്ത് അംഗം EA സുകുമാരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെയും അയൽവാസിയായ ഇബ്രാഹിമിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. വീടിന്റെ താക്കോൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ശേഷം അകത്തുകയറി പരിശോധനയിൽ മുറിക്കുള്ളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. പിന്നീട് മുകളിലെ നിലയിലെ സുഗാന്തിനെ പൂട്ടിക്കിടന്ന മുറിയും അലമാരയും കുത്തിത്തുറന്ന് പോലീസ് പരിശോധിച്ചു. ഇതിൽ നിന്നാണ് ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും കണ്ടെത്തിയത്. ഇവ കൂടാതെ നിരവധി രേഖകളും ഇവർ പരിശോധിച്ചു. ആവശ്യമുള്ളവയുടെ ചിത്രങ്ങൾ പകർത്തി. മേഘയുടെ മരണം നടന്ന അധികം വൈകാതെ 2 തവണ പോലീസ് ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല.